നീ കുളിക്കും. നീ കുളിക്കും. ചേട്ടാ ഞാൻ ആദ്യം കുളിച്ചാൽ ശരിയാവില്ല. എനിക്ക് കുളിക്കുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ എണ്ണയും കുഴപ്പമൊക്കെ തേക്കാനുള്ളതാണ്. നീ എന്താണ് വല്ല കുസ്തിക്ക് പോകണ്ട. നീ കുളി. നീ ഇങ്ങോട്ടൊന്നും പറഞ്ഞേ, ഞാൻ പറഞ്ഞായിരിക്കും. നീ പോയി കുളിക്ക്. നീ അല്ലേ ആദ്യം കുളിക്കണമെന്ന് പറഞ്ഞാ. എടാ അപ്പം എനിക്കൊരു മൂടുണ്ടായിരുന്നു. ഇപ്പം നിന്റെ മൂടല്ലായി പോയാ. എടാ ഈ തർക്കിക്കുന്ന സമയം മുതൽ നിനക്ക് പോയി കുളിക്കാൻ. കുളിക്കണോ? നീ കുളിക്കടാ. നീ കുളിക്കടാ. നീ കുളിയടാ. എടാ നിനക്ക് നീ കുളി. എടാ ഇവ കുളിക്കുന്നടാ. എടാ നീ ഒന്നും ഇതുവരെ കുളിച്ചില്ലേ? ഞാൻ എത്ര നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറയും എന്നോട് കുളിക്കാൻ. എടാ എന്നാ നിനക്ക് കുളിച്ചൂടെ? ഞാൻ ആദ്യം കുളിച്ചാൽ ശരിയാവില്ല, മൂടില്ല. എന്നാ നീ പോയി ആദ്യം കുളിക്ക്, സമയം പോണ്. അല്ലടാ ഇമ്മ ആദ്യം കുളിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ മടി കാരണം കുളിക്കാത്തതാണ്. എടാ എന്നാ നീ കുളി. നീ കുളി. അല്ല ഇവ ആദ്യം കുളിക്കട്ടെ. അത് നീ കുളിക്കണം. നീ കുളിക്ക്. രണ്ടുപേരും കൂടെ ഒന്നിച്ചങ്ങനെ കുളിക്കാൻ അത് ശരിയാവില്ല. അതെന്താണ്? നഗ്നത കാണൂലേ? എന്നാ നീ പുറത്തേക്കണം. എടാ അപ്പുറത്തെ ലക്കി കുളിച്ച് കഴിഞ്ഞോ? നീ അവിടെ പോയി കുളിക്കും. കുളിച്ചിട്ട് ഇവിടെ തന്നെ കുളിച്ചോളാം. പോയി കുളി. കുളിക്കാൻ നിന്നോട് നീ പ്രത്യേകിച്ച് പറഞ്ഞായിരിക്കും വാലടച്ച് കുളിക്കാൻ. ഇവന്റെ അച്ഛനും എങ്ങനെയാണോ കുളിപ്പിച്ച് സ്കൂളിൽ വിട്ടത്? അല്ല അവൻ കുളിക്കാൻ കയറിയിരിക്കാം. ഇല്ല വൈകില്ല, നമ്മൾ മേടിച്ചിട്ട് വന്നേക്കാം. ഓക്കെ. കൊള്ളാലോ, ഇന്ന് കാണാൻ നല്ല ഐശ്വര്യ റായിനെ പോലെ ഉണ്ടല്ലേ? ശരിക്കും പറയടാ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? എഴുന്നള്ളിപ്പിന് നിർത്തിയവരുണ്ട്. 2 പനമ്പട്ടയും കൂടെ എടുക്കട്ടെ. സത്യം അടിപൊളിയുണ്ട്. അമ്മ എന്തൊരു പിച്ചാടി ഇത്. സത്യം പറഞ്ഞ നീയൊക്കെ നേരത്തെ വന്നാ ഇവിടെ ഓരോന്നും കുളിക്കാൻ കയറിയിട്ടുള്ളൂ. ഞാനടി എങ്ങോട്ടാ? രജിസ്റ്റർ ഓഫീസിൽ പോണ്ടേ? എന്റെ ലക്കി, നീ എന്താ വല്ല നാടകത്തിന് പോവാണോ? എന്താ? നമ്മളൊരു കല്യാണത്തിനല്ലേ പോണത്? രസമില്ല. നീ ഇങ്ങ് വന്നേ, നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ സമയം പോവില്ലേ? സാറില്ല, 2 കുളിക്കാൻ കയറിയിട്ടുണ്ട്. അവന്മാരുടെ പരിപാടി ഒന്നും കഴിയാതെ എന്തായാലും ഇറങ്ങാൻ പറ്റില്ലല്ലോ. നീ വേഗം വാ, ചേഞ്ച് ചെയ്യാം. കുളി കഴിഞ്ഞില്ലടാ. എടാ മുണ്ട് ഞാൻ കൊടുക്കും. മുണ്ടോടാ, ഇതെന്റെ മുണ്ടാണ്. എടാ നീ എപ്പോഴാണ് മുണ്ടെടുക്കാൻ തുടങ്ങിയത്? നീ ഓണത്തിന് കൊടുക്കാൻ വേണ്ടി മേടിച്ചു വെച്ച മുണ്ടാണെന്ന്. എന്റെ പൊന്ന് സാമേ, ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച അളമാരിൽ വെച്ച മുണ്ടാടാ. എടാ ഞാൻ മേടിച്ച മുണ്ടാണ്, ഞാൻ തന്നെ കൊടുക്കും. എന്റെ ശവത്തി ചവിട്ടിയാണ് നീ മുണ്ട് കൊടുക്കണം. എന്താടാ കീറിയാ? ഞാനല്ല, അവനാണ് കീറിയത്. എന്റെ പൊണ്ണി ചേട്ടന്മാരെ, നിനക്കൊക്കെ എന്താടാ? അല്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ജീവിതത്തിൽ മുണ്ട് കൊടുക്കാത്തവനല്ലേ ഇന്ന് എനിക്ക് മുണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവര് പെട്ടെന്നൊരു മുണ്ട് പറയാം. അത് വേറെ കഥ, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓരോന്നോരോ നിങ്ങളിങ്ങനെ കഥകളി കളിച്ചോണ്ടിരിക്കാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. നിനക്കിപ്പോ എന്താണ് വേണ്ടത്? മുണ്ട്, ഡബിൾ മുണ്ട്, സിംഗിൾ, എന്തെങ്കിലും മുണ്ട്. നിനക്കുള്ള നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അല്ല ഇപ്പൊ ഇതാ ഇത് ഇവിടെ ദ്രോഹികളെ, ഞാനിത് ബേബി ചേച്ചിക്ക് മേടിച്ചു വെച്ചിരുന്ന സെറ്റ് മുണ്ടാണോ? എന്താ അയ്യോ, വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് പുതിയ ഒരെണ്ണം മേടിച്ചോണ്ടേക്കണം കേട്ടാ. കൊണ്ടുവരും. എന്നാ റെഡിയാകും. ഞാൻ വിചാരിച്ചത് ഒരു അനാഥ മുണ്ടാണ്. അവി ഇനി എന്താടാ? ഇതൊന്ന് ഉടുപ്പിച്ചു തരുമോ? കേട് കേട് വെള്ളം കിട്ടിയല്ലോ. ഓ നിങ്ങളവിടെ എത്തിയോ? നമ്മളിപ്പോൾ ഇറങ്ങും. നമ്മളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മേടിച്ചോളാം. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കില്ലേടാ. ശരി ശരി ശരി. ചേച്ചി എപ്പോ എത്തി? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ വന്നപ്പോ മോൻ സാമോന് മുണ്ടെടുത്ത് കൊടുക്കുമായിരുന്നു. എല്ലാരും പോകാനുള്ള തിരക്കായതുകൊണ്ട് ഞാനിങ്ങി പോരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം പോകുന്നു പറഞ്ഞിട്ട്. ചേച്ചി എന്ത് ചെയ്യാനാണ്? ചേച്ചി വരുന്നതിന് മുമ്പ് പോകണം എന്ന് വിചാരിച്ചിരുന്നാണ് ഇവിടെ ഒരുത്തന്മാർ റെഡി ആവണ്ടേ? അവളുണ്ടായിരുന്നു ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്താണ്. അവളായിരുന്നു ഇതിനൊക്കെ പറ്റിയ ബെസ്റ്റ് ആള്. മീനാക്ഷിയുടെ കാര്യമാണോ? മോൻ സങ്കടപ്പെടണ്ടടാ. സങ്കടം അതൊക്കെ അങ്ങനെ നടക്കും. പിന്നെ ആമ്പിള്ളേരായ എങ്ങനെ വേണം ചേച്ചി. അപ്പൊ അവര് 2 പേര്, പിന്നെ നമ്മളെല്ലാരും കൂടി കൂട്ടി ഒരു 6 പേരും, മൊത്തം 8 പേരുണ്ടാവും. അയ്യോ സന്ദീപും ഉണ്ട്. അയ്യോ അപ്പൊ മൊത്തം 9 പേരുണ്ടാവും. 9 പേർക്കുള്ള ഫുഡ് വേണേ. അയ്യോ മോനെ, ഉച്ചക്ക് കഴിക്കാൻ ഞാൻ കാണത്തില്ലടാ. എനിക്ക് മക്കൾക്ക് ഓണക്കോടി വാങ്ങിക്കണം, പിന്നെ വേറെയും കുറച്ച് സാധനം വാങ്ങിക്കണോടാ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ ചേച്ചി, ഞാൻ മറന്നുപോയി. അപ്പോഴേ മക്കൾ പേടിക്കണടാ, ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ വന്നിട്ട് വിളമ്പി തന്നിട്ടേ പോകത്തുള്ളൂ. ശരി. അപ്പൊ നമ്മൾ എന്തായാലും അധികം വയ്യാതെ എത്താം. ഓക്കെ ഓക്കെ. ഇതിങ്ങനെ തന്നെയല്ലേ? എന്താ
അതായത് ഒരു പോലല്ലോ. നിനക്ക് ആ പേടിയുണ്ടെങ്കിൽ ഒരു ബെൽറ്റ് വെച്ച് കേട്ടറാ. എന്നിട്ട് ബെൽറ്റ് മാത്രം ഇങ്ങനെ ഇരിക്കാനാ. DIG നിന്നെ കാണാൻ എന്ത് രസോടാ. നിനക്ക് ഡെയിലി കുളിച്ചൂടെ? പോടാ അവിടെ നിന്ന് വിശേഷപ്പെട്ട ദിവസമാണ് കുളിച്ചാണ്. കുളിയുടെ കാര്യം പറയണം. ബേബി ചേച്ചി വന്നു. വന്നിട്ടുണ്ടല്ലോ. ഞാൻ പോയി മോൻ കാണിക്കാം. നിനക്കത് പറയാനാ വന്നത്. എടാ എപ്പോഴും 5-ാം തീയതി ആകുമ്പോഴല്ലേ നമ്മൾ ശമ്പളം കൊടുക്കുന്നത്. ഇപ്പോൾ ഓണത്തിന് ചേച്ചി വീട്ടിൽ പോവല്ലേ, അപ്പം എന്തെങ്കിലും ഒന്ന് നേരത്തെ കയ്യിൽ വെച്ച് കൊടുക്കണ്ടേ. അതും ചേച്ചി പിള്ളേർക്ക് എന്തോ മേടിച്ചു കൊടുക്കുന്ന കാര്യം പറയണ്ടായിരുന്നു. കൊടുക്കട്ടെ. ഓക്കെ, എന്നാൽ ഞാനിപ്പോൾ ലക്കിയുടെ നിന്ന് മേടിച്ചോളാം. നീ എനിക്ക് രജിസ്റ്റർ ഓഫീസിലെ പരിപാടിയിലൊക്കെ ആയിട്ട് തന്നാൽ മതി. പിന്നെ ഇവൻ്റെ കാശ് ഞാൻ കേട്ടോ. ഓക്കെ, ഞാൻ ശമ്പളം കിട്ടുമ്പോൾ തരാടാ. എൻ്റെ മോനെ, നിന്റെ വായിന്ന് ഇങ്ങനെ ഒരു സെന്റൻസ് വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലട്ടാ. ഇനിയിപ്പോൾ എന്ത് നോക്കാൻ ജോസഫ് ഉണ്ടായില്ലാണ് ഉറപ്പായിട്ടും നടക്കും. ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും ഒന്ന് ഇട്. എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ട് വയ്യ. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക. അവി അവിടെ വട്ട് പിടിച്ച് നടക്ക എന്ന് പറഞ്ഞ നല്ലതുണ്ടേ. എന്റെ ലക്കി സമയം പോണു. നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് റെഡിയായ? കേറി വാ. നീ ഒന്നും ഇതുവരെ റെഡിയായില്ലേ? അതിലേതിടണമെന്നൊരു ഡൗട്ട്. അതിനെന്താ നിന്റെ കല്യാണോടാ? ഞാൻ 10 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ റെഡി ആയില്ലെങ്കിൽ ഞാൻ പോട്ടാ. ആരെയും കൊണ്ടുപോകാൻ പോകുന്നില്ല കേട്ടാ. ആ റെഡി ആയില്ലെങ്കിലും കേട്ടാ. കേട്ടു. എടി എന്തെങ്കിലും ഒന്ന് എടുത്ത് ഇട്ടടി. ഇതിട്ടിട്ടാ എന്താണ് കൊറേ നേരമായി. ഞാൻ 10 മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഇപ്പം ആവും. അവര് വന്നാലും വന്നില്ലെങ്കിൽ നമ്മൾ പോവേ. അവരോട് വന്നിട്ടോ. എന്ത് ഇവിടെ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം മതി. അപ്പൊ അവൻ ജോസഫേട്ടൻ എന്നെ രാവിലെ തൊട്ട് എത്ര തവണ വിളിച്ചെന്നറിയോ? എനിക്ക് മതിയായി നോണ പറഞ്ഞു പുള്ളിയുടെ അടുത്ത്. ആ സമയം തൊട്ട് വിളിക്കുന്ന തന്നെയൊക്കെ. ഇനിയിപ്പോ എന്റെ മേത്തോട്ട് ചാടണ്ട. ഞങ്ങൾ റെഡിയായി അല്ലേ? 10 മിനിറ്റ് ആയി. ബാ അവരോട് വന്നിട്ടോ. നീ എന്നാ ഉറപ്പം വന്നാ മതി. DIG ബാ. ലക്കി. പോവാം ലക്ഷ്മി. കൊള്ളടി.